ഈ ടേബിൾ ഒന്ന് സൂക്ഷിച്ച് നോക്കിയിട്ട് എന്താണ് നിങ്ങൾക്ക് മനസ്സിലായെന്നുള്ളത് നിങ്ങൾ പറയാം. അപ്പോൾ മുത്തൂറ്റിനാണ് ഗോൾഡ് ലോണിൽ ഏറ്റവും കൂടുതൽ AUM ഉള്ളത്. അപ്പോൾ ഇതേ സമയത്ത് മണപ്പുറത്തിനാണെങ്കിൽ ഇതിന്റെ 4-1 ഉള്ളൂ. എന്നാൽ ഇവിടെ നെറ്റ് NPA ഒഴിച്ചുള്ള കീ പെർഫോമൻസ് ഇൻഡിക്കേറ്റർ നമ്മൾ നോക്കിയാൽ എല്ലാ മെട്രിക്കിലും മണപ്പുറം തന്നെയാണ് ഇവിടെ മുന്നിൽ. അപ്പോൾ മുത്തൂറ്റിന്റെ ടോട്ടൽ AUMൽ 84% വരെ ഗോൾഡ് ലോൺ പോർട്ട്ഫോളിയോ ആണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇത് നമ്മൾ മണപ്പുറത്തിന്റെ കേസിൽ നോക്കുകയാണെങ്കിൽ 59% മാത്രമാണ്. ബാക്കി വരുന്ന എന്താണ്? മൈക്രോ ഫൈനാൻസ്, ഹോം ഫൈനാൻസ്, MSME ലോൺസ്, അത് വെഹിക്കിൾ ലോൺസ് പോലെ സബ്സിഡറീസ് എന്നാണ് വരുന്നത്. ഇപ്പോൾ മുത്തൂറ്റിന്റെ MFI ആമായ ബെൽസ്റ്റാർ ടോട്ടൽ AUMൽ 6.52% മാത്രമാണ് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ ആശീർവാദ് മണപ്പുറത്തിന്റെ AUMൽ 16.75% വരെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. എന്നാൽ MFI ലോൺസ് അൺസെക്യൂർഡ് ആയതിനാൽ മണപ്പുറത്തിന്റെ ലോൺ ബുക്കിന് മുത്തൂറ്റിന്റെ ലോൺ ബുക്കിനേക്കാൾ ഇവിടെ റിസ്ക് കൂടുതലാണ്. അപ്പോൾ കാരണം എന്താണ്? മുത്തൂറ്റിന്റെ പോർട്ട്ഫോളിയോയിൽ സെക്യൂർഡ് ലോൺസിന്റെ ഷെയർ ഇവിടെ കൂടുതലാണ്. അപ്പം ആശീർവാദിന്റെ AUM ബെൽസ്റ്റാറിനേക്കാൾ എന്താണ് കൂടുതലാണെങ്കിലും 2025 ഫൈനാൻഷ്യലിൽ ആശീർവാദ് 639 കോടി ലോസ് ഇവിടെ റെക്കോർഡ് ചെയ്തു. അതേസമയത്ത് ബെൽസ്റ്റാർ 46.4 കോടിയുടെ പ്രോഫിറ്റ് നേടി. ഇനിയിപ്പം വേറൊരു സൈഡിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ബെൽസ്റ്റാറിന്റെ നെറ്റ് NPA ജസ്റ്റ് 0.43% മാത്രമാണ്. എന്നാൽ ആശീർവാദിന്റെ 2.5%. അപ്പം ഈ ഒരു കാരണങ്ങൾ കൊണ്ട് തന്നെ മണപ്പുറം 2025 ഫൈനാൻഷ്യലിൽ 1696 കോടി വരെ റൈറ്റ് ഓഫ് ചെയ്യേണ്ടതായിട്ട് അവസ്ഥ വന്നു. അപ്പം ഇത് അവരുടെ 2 വർഷത്തെ ആവറേജ് ലോൺ പോർട്ട്ഫോളിയോയുടെ 19%. അപ്പോൾ മാർക്കറ്റ് 2 കമ്പനീനെയും ഗ്രൂപ്പ് ആയിട്ട് ഇവിടെ വാല്യൂ ചെയ്യുന്നുണ്ട്. നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യും മുമ്പ് ഇവരുടെ മെയിൻ സബ്സിഡറീസിന്റെ പെർഫോമൻസിനെ കുറിച്ച് നമ്മൾ പഠിക്കേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ കൺസോളിഡേറ്റഡ് നമ്പേഴ്സിന്റെ പുറകിലുള്ള വൈ എന്താണെന്നുള്ളത് നമ്മളിവിടെ കറക്റ്റ് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇത് നമുക്ക് ആനുവൽ റിപ്പോർട്ട് വഴി മാത്രമേ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. സോ നിങ്ങൾക്ക് ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് വീഡിയോസിനായിട്ട് ഗ്രോ മലയാളം നിങ്ങൾക്ക് ഫോളോ ചെയ്യാം.